ആതിര, നീ ഒരിക്കലും എന്റെ അമ്മ പറയുന്നത് വിശ്വസിക്കരുത്. സ്വന്തം അമ്മയെ കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായമുള്ള മകളെ ഞാൻ ആദ്യമായിട്ട് കാണുക. പിന്നെ ബാക്കി പറ. നിന്നോട് മധുരവാക്കുകളൊക്കെ പറഞ്ഞ് നാട്ടുകാര് മുഴുവൻ വെറുക്കുന്ന ആ ഹരികൃഷ്ണനെ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഒരുങ്ങി നടക്കുക എന്റെ അമ്മ. മഹാ അപകടകാരിയാ ആ ഹരി. ഒരു 1-ാം നമ്പർ സൈക്കോ ക്യാരക്ടർ. കാശെന്ന് വെച്ചാ അവന് ഭ്രാന്താ. തുടക്കം മുതലേ നിന്റെ പെരുമാറ്റം എനിക്കിഷ്ടായിരുന്നില്ല. എന്നുവെച്ച് നിന്റെ ജീവിതം നശിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുന്നതാ. പറയുന്നത് ഞാനായതുകൊണ്ട് നിനക്ക് വിശ്വസിക്കാൻ പ്രയാസം കാണും. പക്ഷേ ഒന്നുണ്ടാതിര, ഇത് സത്യാ. സ്വന്തം കൂടപ്പറപ്പിനെ പോലുള്ള അവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എനിക്കും മനപ്രയാസമുണ്ട്. എന്നാലും അത് പറഞ്ഞേ പറ്റൂ. നീയും എന്നെ പോലെ തന്നെ ഒരു പെണ്ണല്ലേ. സ്വന്തം അഭിമാനം വിട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ തേനിയല്ലേ. നിന്റെ ജീവനും ജീവിതവും നരകതുല്യമാകാതിരിക്കാനാ ഞാൻ ഇതൊക്കെ പറയുന്നത്. ആതിരെ, എന്നെ ഒന്ന് വിശ്വസിക്ക. പണമെന്ന പിശാച് മനസ്സിൽ കയറി കൂടിയ ഹരികൃഷ്ണൻ കാശിന് വേണ്ടി നിന്നെ വല്ല തെരുവിനും കൊണ്ടുപോയി വിൽക്കാൻ പോലും മടിക്കില്ല. എന്റെ ജീവനും ജീവിതവും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് നിനക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിനക്കെന്തെങ്കിലും സമ്മാനം തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ആദ്യത്തെ അടിയില് നീ നന്നാവൂന്ന് വിചാരിച്ചു, ഉണ്ടായില്ല. സാരമില്ല, ഇനി അവസരമുണ്ട്. നന്നായില്ലെങ്കിൽ ഇനി ഇതുപോലെ കിട്ടാനുള്ള യോഗവും നിനക്കുണ്ട്. ഹരി, ആതിര ഇവിടെ നിൽക്കുന്നുണ്ട്. അഭിലാഷേ, സാരിയുടെ കാര്യം പറയണമെന്ന് ഉറപ്പാണ്? 100%. സാരിയല്ലേ ഇപ്പൊ പ്രധാനം. നീ ഇപ്പോ ആ മനീഷ ഫോൺ ചെയ്താലും പോയി പറഞ്ഞിട്ട് വാ. ഇതെങ്ങോട്ടാ പോയെ? പേടിച്ചല്ലേ? പേടിച്ചു. ഈ അമ്പലത്തിന്റെ മേൽക്കൂര ആകെ പൊളിഞ്ഞു വീണോ താഴേക്കെന്ന് പേടിച്ചു. അതെന്നെ ഒന്ന് കളിയാക്കിയതല്ലേ? ആണല്ലോ. എന്താ സംശയം? ആ പിന്നെ എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് ആംഗ്യം കാണിച്ചു പറഞ്ഞല്ലോ. വേഗം പറ. അമ്മ തിരിച്ചെത്തുന്നതിന് മുമ്പ് എനിക്ക് അവിടെ ചെന്നിരിക്കണം. അതെ, പറയാം. ഇന്ന് രാവിലെ മനീഷ് എന്നെ വിളിച്ചിരുന്നു. പല കഥകളും പറഞ്ഞോണ്ട് മനീഷ വന്നേക്കും. ദയവ് ചെയ്ത് അവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. പക്ഷെ ഇവിടെ അമ്പലത്തിലേക്ക് അവള് വരുന്നൊന്നും തോന്നുന്നില്ല. ഞാൻ ഈ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കാതിരെ. ഓക്കെ, എടുത്തോളാം. പിന്നെന്താ ഒരു നിസ്സാര കാര്യം പോലെ ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന? അപ്പൊ ഹരിച്ചേട്ടൻ അറിഞ്ഞില്ല അല്ലേ? എന്ത്? ആ, വന്നിട്ടുണ്ട്. മനസ്സിലായില്ല. മനീഷ വന്നിട്ടുണ്ടെന്ന്. ഞങ്ങൾ തമ്മിലേ അല്പം മുമ്പൊരു ചെറിയ കൂടിക്കാഴ്ചയുണ്ടായി. എന്റെ ജീവനും ജീവിതവും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് നിനക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിനക്കെന്തെങ്കിലും സമ്മാനം തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനീഷ എങ്ങനെ അടിച്ചത്? ദാ ഈ കൈ ഇങ്ങനെ വെച്ച് ഒരു സാമ്പിള് കാണിച്ചു തരട്ടെ? അയ്യോ വേണ്ട വേണ്ട എന്റെ പൊന്നെ, വേണ്ടേ. പിന്നെ ഒരപേക്ഷയുണ്ട്. എന്താ? അടുത്ത തവണ മനീഷ അടിക്കാൻ തുടങ്ങുമ്പോ എനിക്കൊരു മിസ് കോൾ തരണം. ഓടി വന്ന സുവർണരംഗം ഒന്ന് കാണാനാ. ഇനി ഞാനിവിടെ നിന്ന അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടും.
അതിനേക്കാൾ ചൂടുള്ള ഒരെണ്ണം. രാജ, ഈ നിശ്ചയം മുടക്കാനാണ് നമ്മൾ വന്നതെന്ന് ശോഭ അവിടെ എല്ലാരും അറിയിച്ചു കാണോ? അറിയിക്കട്ടെ, എല്ലാരെയും അറിയിക്കട്ടെ. ഡാഡി, ഡാഡി, എന്താ മോളെ, എന്താ മോളെ വല്ലാതെ? ആ വാട്ടർ ക്യാൻ ക്യാരി എന്നെ വീണ്ടും അടിച്ചു ഡാഡി. ഇവിടെ ഈ അമ്പലത്തിൽ വെച്ചോ? ഇതൊരു കൈവിട്ട കളിയാണല്ലോ രാജ. എവിടെ അവള് നിൽക്കുന്നത്? പോയി ചവിട്ടി കൂട്ടു ഞാൻ അവളെ. അമ്പലം ഒന്നും നോക്കില്ല. എവിടെ അവള്? നിക്ക് ഡാഡി, വിഡിത്തം പറയല്ലേ. ഇത്രയും ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണിനെ തല്ലിയാലേ അതിന് വകുപ്പ് വേറെയാ. ഒരു വകുപ്പും വരില്ല. ഇവിടുത്തെ പോലീസ് മേധാവികളൊക്കെ എന്റെ അടുത്ത സുഹൃത്തുക്കളാ. ആയിരിക്കാം, പക്ഷേ ഇവിടുത്തെ നാട്ടുകാരൊന്നും അങ്ങനെ അല്ലല്ലോ. അവര് വെറുതെ ഇരിക്കുന്ന ഡാഡിക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും അവളെ മാത്രം പുറത്തെത്തിക്കേണ്ട തന്ത്രമാ നോക്കേണ്ട. അമ്പലത്തിന് പുറത്തു വെച്ച് വേണം അവളെ കൈകാര്യം ചെയ്യാൻ. ഇവള് പറയുന്നതിലും കാര്യമുണ്ട് രാജ. ഒരു ദേഷ്യത്തിന്റെ പുറത്ത് എന്തെങ്കിലും അബദ്ധം ചെയ്തു പോയാ പിന്നെ അത് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തിരുത്താൻ പ്രയാസമാകും. ഡാഡി, ഈ കല്യാണ നിശ്ചയം നടക്കാതെ നോക്കണം. അവൾക്കുള്ള ആദ്യത്തെ അടിയാ അത്. അത് കഴിഞ്ഞ് പിന്നാലെ വരണം അടികളുടെ പൂരം. അങ്ങനെ തന്നെ ആവട്ടെ. ഓർക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്ക് വന്നല്ലോ. ആ ചന്ദ്ര, നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പറഞ്ഞാട്ടെ ചേട്ടാ. നിശ്ചയം മുടക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ആ ശിവദാസനെ എന്തു ചെയ്യണമെന്ന് ചന്ദ്രനോട് ഞാൻ പറയണ്ടല്ലോ. ചേട്ടൻ നോക്കിക്കോ, 1-2 തവണ തന്തയും മോളും രക്ഷപ്പെട്ടു. പക്ഷെ ഇത്തവണ അച്ഛൻ വേദനിക്കുന്ന കാണുമ്പോ അവള് താനെ പത്തി മുടക്കി നമ്മുടെ മുമ്പിൽ വരും. മതി, അതെനിക്ക് കൺകുളിർക്കൊന്ന് കാണണം. ഞാൻ ഈ അമ്പലം മുഴുവൻ അരിച്ചു പറക്കി നടന്ന സമയത്ത് ഈ ചെക്കൻ ഇവിടെ നിൽക്കുമായിരുന്നോ? എടാ നീ അറിയാത്ത നമ്പറാണല്ലോ. ആ എടുക്ക്. ഭാഗ്യം ഏത് വഴിക്കാ വരികയെന്ന് പറയാൻ പറ്റൂലല്ലോ. അറിയാത്ത നമ്പറിൽ നിന്നുള്ള ഭാഗ്യം തൽക്കാലം വേണം. പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ടായിരിക്കും കട്ട് ചെയ്തത്. എന്നാലും അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ദേ വീണ്ടും വിളിക്കുന്നു. എടുത്തു നോക്കുന്നേ, അതിലൊരു നഷ്ടമില്ലല്ലോ. ഹലോ, ആരാ? ഹലോ, ഹരികൃഷ്ണനല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ ആരാണെന്ന് എന്നതിനേക്കാൾ പ്രധാനം ഞാനിപ്പൊ പറയാൻ പോകുന്നത് എന്താണെന്നതാ. ശരി, പറയണം. ഞാനാണെങ്കിലേ എന്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിന് സാക്ഷ്യം വയ്ക്കാൻ പോകുന്ന നേരാ. ആ അതെ അതെ, അതിനെപ്പറ്റി തന്നെയാ പറയാനുള്ളത്. ഓ ശരി, എങ്കിൽ എന്റെ സമയം അധികം മെനക്കെടുത്തതോ പറയണം. ഈ ചെക്കനെ പറഞ്ഞു മനസ്സിലാക്കാൻ വലിയ പാട് തന്നെ. നിങ്ങൾ ഇന്ന് കല്യാണ നിശ്ചയം നടത്താൻ പോകുന്ന ആതിരെ കുറിച്ചാ എനിക്ക് പറയാനുള്ളത്. ശരി, കേട്ടേക്കാം. കേട്ടിരുന്ന നിങ്ങൾക്ക് നല്ലത്. വേണ്ടെങ്കിൽ കട്ട് ചെയ്തേക്കണം, എനിക്കൊന്നുമില്ല. നിങ്ങൾ കാര്യം പറയണം. ആതിര മഹാധിക്കാരിയാ. ഓഹോ. അതിനു പുറമെ മഹാപിശിക്ക്. ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നത് ആ പെണ്ണിന് ഇഷ്ടമല്ല. അങ്ങനെയാണല്ലേ? ഒരു വീട്ടുജോലിയും ചെയ്യില്ലെന്നേ. അയ്യോ,
മുതിർന്നവരെ ഒരു ബഹുമാനവും ഇല്ല. അവളുടെ അച്ഛനെ തല്ലുന്ന കണ്ട നമുക്ക് കഷ്ടം തോന്നും. തൊട്ടടുത്ത വീടായതുകൊണ്ട് നിത്യവും ഞാൻ കാണുന്നതാ. അയ്യോ പാവ വാട്ടർ ക്യാൻകാരൻ. അയാൾക്ക് അല്ലെങ്കിൽ ചുമലുവേദന. അത് തന്നെ. ആ വേദനയും കൊണ്ട് വീട്ടിൽ വരുമ്പോഴാ അവളുടെ വക വഴക്കും ചോദ്യം ചെയ്യലും. പാവ ആ മനുഷ്യൻ. അങ്ങനെയാണല്ലേ? വല്ലാത്ത ഭയങ്കര തന്നെ. ഇങ്ങനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാ എന്റെ അവസ്ഥ എന്താ? മൂക്കുകൊണ്ട് ഇക്ഷ വരയ്ക്കും. അതുകൊണ്ട് ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നത് നല്ലത്. വേറൊന്ന് കേൾക്കണോ? കല്യാണം എങ്ങാനും കഴിഞ്ഞ ഉടനെ അവൾ പറയും സർവ്വ ബന്ധുക്കളെ ഉപേക്ഷിച്ച് മറ്റൊരു വീട്ടിലേക്ക് വാടകയ്ക്ക് താമസിക്കാന്ന്. അതെന്തിനാന്നോ? നിങ്ങളെ അവൾ ഉപദ്രവിക്കുന്നത് മറ്റാരും അറിയാതിരിക്കാൻ. അതുകൊണ്ട് ഈ വിവാഹത്തിന് ഞാൻ പിന്തിരണമെന്നല്ല നിങ്ങൾ പറഞ്ഞു വരുന്നേ? അത് തന്നെ. അനിയനിപ്പോ എല്ലാം മനസ്സിലായല്ലോ? എല്ലാം മനസ്സിലായി. താങ്ക് യു സിസ്റ്റർ. ഇതൊന്നും നിങ്ങൾ പറയാതിരുന്നെങ്കിലേ ഞാൻ ആകെ പെട്ടുപോകുമായിരുന്നു. ഈ പ്രധാന കാര്യങ്ങളൊക്കെ അറിയാതെ പോവായിരുന്നല്ലോ. എന്തായാലും നിങ്ങൾക്ക് വിളിക്കാൻ തോന്നിയത് എന്റെ ഭാഗ്യം. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട ഉപദേശത്തിന് വളരെ നന്ദി. എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടേ, അവനുമായി ആലോചിച്ച് ഉടനെ ഞാനൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ട് ഒരു പെണ്ണ്. ബൈ സിസ്റ്ററെ. ഏറ്റു മോളെ ഏറ്റു. ആതിരയുടെ കല്യാണം ശുഭം. സ്ഥലത്തിന്റെ ആധാരം ഇനി ആരും ചോദിക്കില്ല. അതങ്ങനെ നിക്കട്ടെ. ആ ഫോൺ വന്നതിന് ശേഷം നീ വല്ലാത്തൊരു ആലോചനയാണല്ലോ ഹരി. എന്താ സംഭവം? അതൊരു വലിയ തമാശയാ. ആതിരയുടെ ഒരു അയൽക്കാരിയാ വിളിച്ചത്. അവരിവിടെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ചേട്ടാ, ചേട്ടനെ അപ്പുറത്തേക്ക് വിളിക്കുന്നു അച്ഛനും അച്ഛമ്മയും. നീ ഇവിടെ നിൽക്കേ, ഞാനിപ്പോ. വസു, മണ്ഡപം ഒഴിയുമ്പോ പറയാവുന്ന കേശവൻ നമ്പൂതിരി പറഞ്ഞിരുന്നു. ഇപ്പൊ തിരക്കൽപ്പം കുറഞ്ഞല്ലോ. എന്തായി എന്ന് കമ്മിറ്റി ഓഫീസിൽ ചെന്നൊന്ന് അന്വേഷിച്ചിട്ട് വാ. ചെല്ലു. പത്മിനി എവിടെ മോളെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ശിവൻ ചേട്ടനെ തെരഞ്ഞു പോയതാ. ചേച്ചിയുടെ ഫോണിന്റെ ചാർജ് തീർന്നെന്ന് പറഞ്ഞ് എന്റെ ഫോൺ വാങ്ങിട്ടാ പോയത്. ശിവൻ ചേട്ടനെ വിളിക്കാൻ. എന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ ഇതെവിടെ പോയതാണാവോ? മോനെ നീ വന്നേ. മോനെ, നിന്റെ അമ്മയുടെ മേലൊരു കണ്ണു വേണം. അവളെ തനിയെ വിടരുത്. പിന്നെ ശേഖരന്റെ അനിയനും മകളും ഒക്കെ വന്നിട്ടുണ്ട്. അവരിലും ഒരു നോട്ടം വേണം. ശരി അച്ഛാ. അമ്മ ദേ വന്നു വെച്ചാ. നീ ഇതെവിടെ പോയി പത്മിനി? ഞാൻ ശിവേട്ടനെ അന്വേഷിച്ച് നടക്കാത്ത സ്ഥലമില്ല. ഇതാ സരോജം, ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. പെട്ടെന്ന് സ്ക്രീൻ അങ്ങ് ലോക്കായി. തുറക്കാനുള്ള പാസ്വേഡ് ഒന്നും എനിക്ക് അറിയില്ലല്ലോ. എന്താ ശിവേട്ട ഇങ്ങനൊരു നോട്ടം? നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണമുണ്ട്. അത് തന്നെ. ഇതൊക്കെ കൊണ്ടാ ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് ഇങ്ങോട്ട് വരുന്നില്ലാന്ന്. ഇതിനാണോ ആതിരെ നീ എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? ഇങ്ങനെ അപമാനിക്കാൻ. വെറുതെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കല്ലേ അച്ഛ. ഇങ്ങനെ കരയില്ല അമ്മേ. അമ്മ എനിക്ക് നല്ല വിശ്വാസ. നിനക്കുണ്ട്, പക്ഷെ വേറെ ആർക്കും ഇല്ലല്ലോ. കരയില്ല അമ്മേ. ദേ ആളുകളൊക്കെ നോക്കുന്നു. അതിനെ കുറിച്ച് കുറെ കുറ്റം പറയാൻ ആ സ്ത്രീ വിളിച്ചത്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കല്യാണം കഴിഞ്ഞ ഉടനെ ആതിര മറ്റൊരു വീടെടുത്ത് താമസം മാറാൻ പറയുന്നത്. അതിന്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് അതിലും തമാശ. എന്നെ ദേഹോപദ്രവം ചെയ്യുന്നത് മറ്റുള്ളവർ കാണരുതേ എന്ന് കരുതിയാണത്രേ. അത് നുണയാണെന്ന് കേട്ട ഉടനെ എനിക്ക് മനസ്സിലായി. വേറെ വീടെടുത്ത് താമസിക്കുന്ന കാര്യം അച്ഛനെ കൊണ്ട് ഞാനാണല്ലോ അവളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു അവതരണം ഉണ്ടായില്ല എന്ന് എനിക്കറിയാവുന്ന പോലെ നിനക്കറിയില്ലല്ലോ. അല്ല, നീ എന്താ ആലോചിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. കല്യാണ നിശ്ചയത്തിനെ കുറിച്ച്.
പിന്നെ അവര് പറഞ്ഞ കാര്യം പിശുക്കിനെ കുറിച്ചാ. ആ സ്ത്രീയുടെ പറച്ചിലേട്ടാ തോന്നും എന്നെക്കാൾ പിശുക്കാണ് ആതിരെന്ന്. എന്റെ ഹരി, സ്ത്രീയുടെ മനസ്സും പുരുഷന്റെ ഭാഗ്യവും ദേവന്മാർക്ക് പോലും അറിയാൻ കഴിയില്ല, പിന്നാണോ മനുഷ്യന്മാർക്ക് എന്നൊരു ചൊല്ലുണ്ടേ. ആ കൂട്ടത്തിൽ നിന്നെ ഫോൺ ചെയ്ത പെണ്ണിന്റെ മനസ്സുണ്ടേ. വല്യേട്ടാ, ഒരു 3000 രൂപ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു അച്ഛൻ. 3000 രൂപയോ? എന്തിന്? 3000 രൂപ എന്ന് വെച്ചാൽ അതിൽ എത്ര നൂറുണ്ടെന്ന് അറിയോ നിനക്ക്? അറിയാം വല്യേട്ടാ, ഇതിവിടെ മണ്ഡപത്തിൽ ഇടാനുള്ള കസേരയുടെ വാടകയാണെന്ന് അച്ഛൻ പറഞ്ഞേ. മണ്ഡപത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സ്പെഷ്യൽ കസേരയാ. എന്തിനാ സ്പെഷ്യൽ കസേര? സാധാരണ കസേര പോരെ. അച്ഛനെന്താ വട്ടായോ? അതല്ല വല്യേട്ടാ. ഏതല്ല അന്ന്? അച്ഛനോട് പറഞ്ഞേക്കെ ആ കസേര തിരിച്ചയക്കാൻ. 3000 രൂപയൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഹരി, നല്ലൊരു ചടങ്ങിലേക്കല്ലേ എന്നും പറഞ്ഞ് 3000 രൂപ വലിച്ചെറിയാൻ പറ്റുമോ? എന്നാ നീ കൊടുക്ക്. എന്നാ പിന്നെ സ്പെഷ്യൽ കസേര ഒന്നും വേണ്ട. വല്യേട്ടാ, സ്പെഷ്യൽ കസേര വേണമെന്ന് ആവശ്യപ്പെട്ടത് നമ്മുടെ അച്ഛനല്ല, ശിവനങ്കിളാ. അങ്ങേർക്കും വട്ടായോ? എനിക്ക് മനസ്സിലാവാത്തത് 3000 രൂപ എന്നോട് ചോദിക്കുന്നത് എന്തിനാന്നാ? അങ്ങേരാണ് ആവശ്യപ്പെട്ടെങ്കിൽ അങ്ങേര് കൊടുക്കട്ടെ 3000. എന്റെ എങ്ങുമില്ല. ആദ്യരോട് പറയാം. അത് പിന്നെ പറയാം, ആദ്യം കാശ് കൊടുക്ക്. അങ്ങനെയാണല്ലേ? ഓക്കെ, തൽക്കാലം ഒരു 3000 എടുത്ത് കൊടുക്കബി, ഞാൻ പിന്നെ തരാം. നീ പിന്നെ തന്നില്ലെങ്കിലും ഞാൻ കൊടുക്കുമായിരുന്നു ഹരി, പക്ഷേ പേഴ്സ് എടുത്തില്ലല്ലോ ഞാൻ. അഭിലാഷേ, നീ പറയുന്നോണ്ടാ ഞാനിത് കൊടുക്കുന്നത്. ആതിരോട് പറഞ്ഞ് ഞാനിത് ആതിരയുടെ അച്ഛൻ്റെ വാങ്ങിക്കും. അങ്ങേര് തന്നില്ലെങ്കിൽ നീ തരേണ്ടി വരും. ഞാനോ? നിശ്ചയം എന്റെ അല്ല, നിന്റെ. നീ കൊണ്ടേ കൊടുക്ക്. 3000 രൂപ ഒരു കസേരയ്ക്ക് 1/2 മണിക്കൂർ നേരത്തെ വാടക. ഇതാ വെള്ളരിക്കപ്പെട്ടോ? എന്തിനാ ഇരിക്കുന്നേ? നിന്നാ പോരെ. അത് വിട് ഹരി. എങ്ങനെ വിടാനാ? ഇതൊന്നും ആതിര അറിഞ്ഞു കാണില്ല. അറിഞ്ഞ അവള് സമ്മതിക്കുകയില്ല. അവളോട് ചോദിക്കണം. എടാ, ഇപ്പൊ ആൾക്കൂട്ടത്തിൽ വെച്ച് നീ ഒന്നും ചോദിക്കാൻ നിൽക്കല്ലേ. പിന്നെ സാവകാശം നിങ്ങൾ തനിച്ച് നിൽക്കുമ്പോ ചോദിക്കും. പക്ഷെ ഞാൻ ചോദിക്കും. 500-ന്റെ 6 നോട്ടുകൾ എണ്ണി കൊടുത്ത പോലെ എണ്ണി ഞാൻ ചോദിക്കും. ശിവേട്ടാ, 5 മിനിറ്റിനുള്ളിൽ മണ്ഡപം ഫ്രീ ആവുന്ന നമ്പൂരിപ്പാട് പറഞ്ഞു. എല്ലാവരും അങ്ങോട്ട് നടന്നേക്കാൻ പറഞ്ഞു. അദ്ദേഹം അങ്ങോട്ട് വരും. ശരി ശരി ശരി. ശിവ, മണ്ഡപം ഇപ്പൊ ഫ്രീ ആവും. വാസു കമ്മിറ്റി ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചിരുന്നു. പ്രസിഡന്റ് കേശവൻ നമ്പൂരിപ്പാടും വരുന്നുണ്ട്. എല്ലാറ്റിനും ഒരു ആചാര്യ സ്ഥാനത്ത് നിൽക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി. കുട്ടികളെ അനുഗ്രഹിക്കാൻ അങ്ങനെ ഒരാളുള്ളത് നല്ലതാ. കളി തുടങ്ങാൻ സമയമായി. എല്ലാരും വാ, മണ്ഡപത്തിലേക്ക് പോ. പോവാ. ദേ പോകുന്നു എന്റെ 3000 രൂപ. എന്താ? എന്തൊരു കഷ്ടാടോ. കഷ്ടോ? നമുക്ക് മണ്ഡപത്തിൽ ഇരിക്കാനുള്ള കസേര ഏട്ടാ അത്. അറിയാം. 3000 രൂപ വാടക അല്പം മുമ്പാ ഞാൻ കൊടുത്ത. ശുദ്ധ വേസ്റ്റ്. നിന്റെ അച്ഛന്റെ തീരുമാനാണെന്നാ പറഞ്ഞ. അതെ, അച്ഛന്റെ ആഗ്രഹമായിരുന്നു അത്. ഇത് ആഗ്രഹമല്ല, ദുരാഗ്രഹ. എന്താ പറഞ്ഞത്? ആതിരക്കെങ്കിലും അങ്കിളോട് പറയായിരുന്നു ഈ അധിക ചെലവ് വേണ്ടെന്ന്. അച്ഛന്റെ സന്തോഷത്തിനു വേണ്ടി ആ അധിക ചെലവ് നമ്മളങ്ങ് സഹിക്കണം. 3000 രൂപ കൊടുത്തത് അധിക ചെലവാണെന്ന് ചേട്ടന് തോന്നുന്നുണ്ടെങ്കിൽ ആ പൈസ ഞാനങ്ങ് തന്നേക്കാം. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ കേട്ടതും ചേട്ടൻ പറഞ്ഞതും അത് തന്നെയാ. ആതിരേ, എന്തു പറ്റി? എല്ലാം കൊള്ളായെന്നാ തോന്നുന്നത്. വേണ്ടായിരുന്നു. ഹരി, അഭിലാഷേ, ഇവിടെ നിൽക്കുകയാണോ? സമയമായി, വേഗം മണ്ഡപത്തിലേക്ക് വാ. ഞാൻ പറഞ്ഞത് ഏറ്റെന്നാ തോന്നുന്നേ. ഹരികൃഷ്ണൻ ആതിരയോട് എന്തോ പറഞ്ഞു. അവള് ദേഷ്യപ്പെട്ട് അവന്റെ അടുത്തുനിന്ന് പിണങ്ങിപ്പോയി. ഇനി മണ്ഡപത്തിൽ വെച്ച് ഹരി പ്രഖ്യാപിക്കുമായിരിക്കും ഒക്കെ നിർത്തിവെക്കാൻ. ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഡാഡി, എല്ലാരും മണ്ഡപത്തിലേക്ക് പോയി. ഓട്ടന്നേ, കറക്റ്റ് ടൈമിൽ നമ്മൾ അവിടെ എത്തി ഒരു പ്രകടനം നടത്തും. എന്താ ഡാഡി?
ഈ കറക്റ്റ് ടൈം എന്ന് ഉദ്ദേശിച്ചത്? മോതിരം മാറുന്ന നേരം. ആ ചടങ്ങൊക്കെ ഭംഗിയായിട്ട് നടക്കുമെന്ന് ആദ്യം അവരൊന്ന് സന്തോഷിക്കട്ടെ. അതിനുശേഷം കിട്ടുന്ന പ്രഹരത്തിന് അല്പം കനം കൂടും. അത് നല്ലൊരു ഐഡിയ ആണ് ചേട്ടാ. ആ അടി കിട്ടി അവര് പുറത്തു വരുമ്പോ മറ്റൊരടി കൊടുക്കാൻ എന്റെ പിള്ളേര് പുറത്തുണ്ടാവും. പിള്ളേരോ? അപ്പൊ ചന്ദ്രൻ ഉണ്ടാവില്ലേ? ആ നടുവളഞ്ഞ ശിവദാസനെ നേരിടാൻ എന്റെ പിള്ളേര് എന്നെ അധികം. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവനെ കടത്തിക്കൊണ്ടുപോയി ചില ഉരുട്ടൽ വിദ്യയൊക്കെ കൊടുക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ചന്ദ്രൻ നേരത്തെ പറഞ്ഞതുപോലെ ആദരയ്ക്ക് വേദനിക്കണമെങ്കിൽ ആ ശിവദാസന് നേരെ കൈയോങ്ങണം. അതായത് ഈ ആയുർവേദക്കാരൊക്കെ പറയുന്നത് പോലെ നല്ലൊരു പഞ്ചകർമ്മ പ്രയോഗം കൊടുക്കണം.